എല്ലാവർക്കും നമസ്കാരം. കൊട്ടാരക്കര പെരുങ്കുളം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള പൊങ്കാല മഹോത്സവമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊങ്കാലയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോളാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ അയ്യപ്പൻ കോവിലിൻ്റെ മുമ്പിൽ നിന്നാണ് ഈ പൊങ്കാല ഇടുന്നത്. ഇവിടെ ചേച്ചിമാരൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പണ്ടാരയടുപ്പിൽ നിന്നും പൊങ്കാല കലം വാങ്ങി വെക്കാൻ നേരമായിരിക്കുകയാണ്. തിരുമേനി പൂജിക്കാനുള്ള എല്ലാ സമയവുമായി. നമുക്ക് ആ തിരുമേനി പൂജിക്കുന്നതും പണ്ടാരയടുപ്പിൽ നിന്നും പൊങ്കാല വാങ്ങുന്നതും ഒക്കെ ആയിട്ടൊന്ന് കാണാം. പിന്നീട് വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നും ഒരു നാട് കാണുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. അതും വെറും ഒരു നാട് കാണലല്ല, 13 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ നാട് കാണാൻ വരുന്നത്. അതിന് ദീപം കൊളുത്തി അമ്മയെ ക്ഷണിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് ഞാനും മക്കളും അമ്മയൊക്കെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ദേവി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അഴലിൽ പടരും ധൂപം വിരലാം മനസ കലമാകൂ. അമ്പലത്തിലെ പരിപാടിക്കൊക്കെ ശേഷം ഈ വീട്ടിൽ വേറൊരു ചെറിയ പരിപാടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ആരെ അറിയിക്കണമെന്നോ പരിപാടിയായിട്ടൊന്നും നടത്തണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നു. അമ്മയും കുട്ടികളും കൂടെ ഒരു തരത്തിലും സമ്മതിച്ചില്ല. ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു 7 മണിയോളം ആയപ്പോഴാണെന്ന് തോന്നുന്നു ഒരു കേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. പ്രതീക്ഷയില്ലാത്ത ഒരു കേക്ക് കട്ടിങ്, അമ്മയും കുട്ടികളും മാത്രമുള്ള ഒരു ചെറിയ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഗിഫ്റ്റ് തിരക്കവും അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ആ ഒരു ലോകത്തേക്ക് ഞങ്ങൾ പോയി. വേറെ ആരും ഇല്ലാഞ്ഞത് നമ്മൾ ആരെയും അറിയിച്ചിരുന്നില്ല കേട്ടോ. ആരും അറിയാതെ വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സന്തോഷ നിമിഷം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങി, അത് ഞാൻ തുറന്നു നോക്കി. എനിക്ക് കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു സന്തോഷം ഇതിലൂടെ നിങ്ങളിലേക്കൊക്കെ ഞാൻ എത്തിക്കുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകാലെ. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നാളെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. പോൽ പുഞ്ചിരി നെഞ്ചേരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പുൽക്കൊടിയിൽ തൂമണി പോൽ പുഞ്ചിരി നെഞ്ചേരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പ്രിയമോടിതു ഞാൻ കരത